ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇന്നത്തെ വീഡിയോ നമ്മളെ നാട്ടിലെ ഒരു കുട്ടി പൂരത്തിൻ്റെ വിശേഷമാണ്. ഇന്നാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് എണീറ്റൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞാൻ ചിയാ സീഡിൻ്റെ ഡ്രിങ്കാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂരമായതുകൊണ്ട് ഒത്തിരി വീടുകളിൽ നിന്ന് ഫുഡ് കിട്ടാണ്ട്, അപ്പോൾ നല്ല ഫുഡ് അടിക്കണതായതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയണമെന്നില്ല, കൂടെ വർക്കൗട്ടും ചെയ്യണം. എൻ്റെ ആ സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വർക്കൗട്ടിന് കയറിയിട്ടേ ഇല്ല, അതാണ് സത്യം. ഇനി വേറെ സ്റ്റാർട്ട് ചെയ്താലാണ് ഞാൻ കയറുള്ളൂ. അങ്ങനെ ഉച്ചയായ സമയത്ത് വേല പൂവാണ്, വേല അങ്ങനെ എന്തോന്ന് പറയുക, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അത് പൂവാണ് കേട്ടോ. റോട്ടിൽ കൂടെ നമ്മളിപ്രാവശ്യം കൊടുത്തിട്ടുള്ള നമ്മളെ ടീം കൊടുത്തിട്ടുള്ള ആന ഏതാന്ന് വെച്ചാൽ അത് പുതുപ്പള്ളി കേശവനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഏപ്രിൽ 2 പൂരായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവാനുവിനൊക്കെ എടുത്തിട്ട് ഇവാന് ഭയങ്കര കരച്ചിലായിരുന്നു ആനനെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അവളെ അകത്ത് കയറ്റിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഞാൻ പുതുപ്പള്ളി കേശവൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒത്തിരി പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പൂരം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു. എല്ലാവരും ഒരേപോലത്തെ യൂണിഫോമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ലേഡീസൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അവരൊക്കെ രാത്രി പൂരത്തിനാണ് ചേഞ്ച് ചെയ്യുള്ളൂ. കുറച്ച് ജെൻസൊക്കെ ഇട്ടിട്ടുണ്ട്, യൂണിഫോം ഇട്ടിട്ടുണ്ട്. നല്ല രസമല്ലേ യൂണിഫോം കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8:30 ആയപ്പോൾ നമ്മളെ കെട്ടിങ്ങൽ സെൻറ്ററിലേക്ക് വന്നതാണ്. ഇവിടെ വേറെ ക്ലബിൻ്റെ ഒരു പരിപാടി ഉണ്ട്, സീറോ ബോയ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. സീറോ ബോയ്സിൻ്റെ പരിപാടി നേരത്തെ കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിൽ കയറി. അപ്പോൾ അടുത്തത് ഇരുമ്പന്തല്ലൂർ ദേശ കമ്മിറ്റിയുടെ പൂരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ബംഗാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വന്നിരുന്നതാണ്. എല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുള്ളത്. ബംഗാളികളൊക്കെ ഈ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയറൊക്കെ കിട്ടുന്നപ്പോൾ ഞങ്ങൾ ചെയറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവരെ യൂണിഫോമിൻ്റെ കളർ വൈറ്റ് തന്നെയാണ്, പക്ഷെ ഒരു ഗ്രീന് വേറെ എന്തോ ഡിസൈനാണ്. നമ്മളത് വൈറ്റും ബ്ലൂവും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ വട്ടം ഈ പൂരത്തിന് ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ പോലീസുകാർ പിന്നെ ഇപ്പോഴും ഉണ്ടാവും. അത് മാത്രമല്ല കഴിഞ്ഞ വട്ടം പൂരത്തിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്നുകൂടിയും ശ്രദ്ധ ഉണ്ട്. അപ്പോൾ 2 ടീമിനും ഒരേ സമയം അമ്പലത്തിൽ കയറാൻ പറ്റില്ല, രണ്ടും വ്യത്യസ്ത ടൈമിലാണ് കയറേണ്ടത്. അങ്ങനെ ഇവരെ കലാശക്കൊട്ട് ഇതാ തുടങ്ങാൻ പോവാണ്. ഇവർ സീറോ ബോയ്സിനെ സത്യത്തിൽ കണ്ടിട്ടില്ല, ഇവരതും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സീറോ ബോയ്സിലാണ് ഒന്നും കൂടിയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് കണ്ടവർ പറഞ്ഞ്. റോഡ് ചെറിയ റോഡായതുകൊണ്ട് ഇവരെ തിരക്കും പെരുന്നാളിൻ്റെ തിരക്കും ഒരുമിച്ചായതുകൊണ്ട് നല്ല ടൈം എടുത്തിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കലാശക്കൊട്ട് ഇവരെ മ്യൂസിക്കോട് കൂടി കേൾപ്പിച്ചു തരണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്രിസ്മസ് വ്ളോഗ് ഞാനിങ്ങനെ ഇട്ടിട്ട് 2 വട്ടം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അതിനുശേഷം എൻ്റെ ചാനലിൽ എന്തോ സ്ട്രൈക്കൊക്കെ വന്നിട്ട് 3 മന്ത് കഴിഞ്ഞിട്ടാണ് അത് റെഡി ആയത്. അതുകൊണ്ട് ഞാൻ ഇനി ആ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ മ്യൂസിക് ഇട്ടിട്ട് കയറ്റുന്നില്ല. ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെ കയറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നല്ല നല്ല സോങ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ കൈയടിച്ച് പോണ രീതിയിലായിരുന്നു സോങ്സ്. നമ്മളെ നാട്ടിലെ പൂരത്തിനല്ലാതെ പിന്നെ വേറെ ഏത് നാട്ടിലെ പൂരത്തിനല്ല നമ്മൾ പോവുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം ഒരു പൂരത്തിന് വന്നിട്ടുള്ളത്. പൂരത്തിന് വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, നാട്ടിലത്തെ പൂരം തന്നെയാണ്. അവരെ കയ്യിൽ കണ്ടോ ഇരുമ്പന്തല്ലൂർ ദേശ കമ്മിറ്റിയുടെ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നിറയെ പേപ്പർ കട്ട്സുകൾ ഇങ്ങനെ വീണിട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഓരോ സോങ്ങിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം ആ പയ്യന്മാർ അതിങ്ങനെ ആ മെഷീനിൽ കൂടെ ഇങ്ങനെ വിടുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, പല കളേഴ്സിൽ. അപ്പോഴാണ് കേട്ടോ മെയിനായിട്ട് ഡാൻസും എല്ലാവരും കളിക്കുന്നത്. ഇവരെ ടീമിൽ ലേഡീസ് അങ്ങനെ അങ്ങോട്ട് കളിക്കുന്നില്ല, പക്ഷേ സീറോ ബോയ്സിൽ കംപ്ലീറ്റ് ലേഡീസ് ആയിരുന്നു കേട്ടോ കളിച്ചിരുന്നത്. അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എത്താനായിട്ട് മുമ്പ് ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയതാണ്. ഇതാണ് ശ്രീ കാർത്തികേനി ക്ഷേത്രം. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കോഞ്ചറയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നു. നമ്മളെ സീറോ ബോയ്സിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ഇരുമ്പന്തല്ലൂർ ദേശ കമ്മിറ്റി കയറുക. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഇവാനിന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞങ്ങൾ ടോയ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ വാങ്ങാതിരിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ ABCയുടെ ഒരു സ്ലേറ്റ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 9:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറോ ബോയ്സ് പതുക്കെ ഇറങ്ങുകയാണ്, കാരണം മറ്റേ ടീം ഇത് അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങണം. പിന്നെ ഒരു 11 മണിയോട് കൂടിയിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. സീറോ ബോയ്സിലെ ലേഡീസിൻ്റെ ഒക്കെ യൂണിഫോം കണ്ടില്ല, എല്ലാവരും ഒരുപോലെ ഒരു ഐക്യത്തിലാണ് കേട്ടോ യൂണിഫോം ഇട്ടിട്ടുള്ളത്. ചിലവർ ചുരിദാർ, ചിലവർ പാൻറ്റ് ഷർട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ എൻ്റെ ഡയറ്റ് ഇത് അവിടെ പൊട്ടാണ്. ഡയറ്റ് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് പെരുന്നാളിന് ബിരിയാണി കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ അമേരിക്കൻ ബാറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും മാംഗോ ബാർ അങ്ങനെ
പലരും പല ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇവാനും മാംഗോ ബാർ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പൂരത്തിന് വന്നു കഴിഞ്ഞാൽ എന്ത് വാങ്ങിച്ചില്ലെങ്കിലും ഐസ്ക്രീം വാങ്ങാതെ ആരും പോയില്ല അല്ലേ. ഐസ്ക്രീമും പിന്നെ ആ ചോന്ന മിഠായി അതിപ്പോൾ ഇവിടെ കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എതിർ ടീംസ് ഇതാ കയറാൻ പോവാണ്. ഞങ്ങളാണെങ്കിൽ നിന്ന് പോയത് ടോയ്സിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണ്. പിന്നെ ഇവാന് ഭയങ്കര വാശിയായിരുന്നു, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ ഇവിടെയും പേപ്പർ കട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ല കാണാൻ. അങ്ങനെ ഞങ്ങൾ പതുക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇവിടെ ഒരു അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടില്ല, ഈ ഒരു സൈഡിൽ അന്നദാനത്തിനവിടെ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കാണെങ്കിലും ഫുഡ് കഴിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഗ്ലാസ് പായസം കിട്ടിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോലീസുകാരെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലും ഷോപ്പുകളുണ്ട് കേട്ടോ. ഈ പുറത്തത്തെ അപേക്ഷിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഷോപ്പിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഞാനപ്പോൾ അമ്പലം ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കില്ലല്ലോ നട. അപ്പോൾ ഞാൻ ദേവിനും നോക്കാൻ നിന്നിട്ട് പക്ഷെ കാണാൻ പറ്റില്ല, എനിക്ക് വലിയ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. പൂരം കഴിഞ്ഞ ആളും പോയി. കംപ്ലീറ്റ് പേപ്പർ കട്ട്സ് ആണ് കേട്ടോ റോഡ് കംപ്ലീറ്റ് ഉള്ളത്. നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടികളതൊക്കെ വാരിയിട്ട് കവറിലിട്ട് പോകുന്നുണ്ട്. ഇവാൻ്റെ കയ്യിൽ ഇവാന് വാങ്ങിച്ചിട്ടുള്ള ABCD കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇക്കൊല്ലത്തെ പൂരം അടിപൊളി കഴിഞ്ഞു. അടുത്ത കൊല്ലം ഇവർക്ക് ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. എൻ്റെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.